എസ് വിജയകുമാർ. നിലമ്പൂർ DFO ഓഫീസ് ആക്രമണക്കേസിൽ ജാമ്യം ലഭിച്ച PV അൻവർ MLA ജയിൽ മോചിതനായി. ജയിലിന് പുറത്ത് വൻ സ്വീകരണമൊരുക്കി പ്രവർത്തകർ. ഇനിയുള്ള പോരാട്ടം UDF-മായി കൈകോർത്തായിരിക്കുമെന്ന് PV അൻവർ. ഇതിനായി വ്യക്തിപരമായ എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും അൻവർ പറഞ്ഞു. പിന്തുണച്ച UDF നേതാക്കൾക്ക് PV അൻവർ നന്ദി പറഞ്ഞു. UDF-ന്റെ നേതാക്കന്മാരായ പാണക്കാട് തങ്ങളും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും, കോൺഗ്രസ് നേതാക്കളായ K. സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDF-മായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായിസത്തെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എൻ്റെ പിന്തുണ. കർഷക സംഘങ്ങൾ, സ്വതന്ത്രമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട്. അവരും UDF ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ്. ഇനി ഒറ്റാൾ പോരാട്ടമല്ല, കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ്. അത് എന്ത് കോംപ്രമൈസും വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് ജയിലിന് പുറത്തിറങ്ങിയ PV അൻവർ ഉന്നയിച്ചത്. വിപിൻ C. വിജയൻ വിവരങ്ങൾ നൽകും. വിപിൻ, ഒരു രാഷ്ട്രീയ നയപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ PV അൻവർ നടത്തിയിരിക്കുന്നത്. ഇനി ഒറ്റയാൾ പോരാട്ടമല്ല, UDF-മായി ചേർന്ന് ഒരു പോരാട്ടം, അതിനുവേണ്ടി വ്യക്തിപരമായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്താ PV അൻവർ പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ ഒരുപക്ഷെ UDF-ന്റെ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു സുപ്രധാന തീരുമാനം, ഒരു നയപ്രഖ്യാപനം അൻവർ ഇന്ന് തവനൂർ ജയിലിന് പുറത്ത് നടത്തിയിരിക്കുകയാണല്ലേ? അതെ വിജയകുമാർ, 20 മണിക്കൂറിന് ശേഷം കേരളം സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നാടകീയമായ അറസ്റ്റിന് ശേഷം PV അൻവർ MLA ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്നലെയാണ് റിമാൻഡ് ചെയ്തത്. തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അദ്ദേഹം അല്പസമയം മുൻപാണ് പുറത്തേക്ക് വന്നത്. ഇപ്പോൾ ഈ സംസാരിക്കുന്നത്, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട് സംസാരിക്കുന്നത് ചങ്കുവെട്ടിയിലെ റെസ്റ്റ് ഹൗസിലാണ്. അദ്ദേഹം ഈ ഒതായിലെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇപ്പോൾ കോട്ടക്കൽ ഈ ചങ്കുവെട്ടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു നയപ്രഖ്യാപനം, ഇനി എങ്ങോട്ടേക്കാണ്, എന്താണ് രാഷ്ട്രീയ അഭയം, എന്താണ് രാഷ്ട്രീയ ഭാവി എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ഒറ്റയാൾ പോരാട്ടമാണ് നയിച്ചിരുന്നത്, ഇനി ഒറ്റയാൾ പോരാട്ടം ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ UDF പ്രവർത്തകരുമായി യാതൊരു വിധത്തിലുള്ള പിണക്കവുമില്ല, UDF നേതാക്കളുമായി പിണക്കവുമില്ല. VD സതീശന്റെ കാര്യമൊക്കെ എടുത്തുകൊണ്ടാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു പിണക്കവുമില്ല, കാരണം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. VD സതീശനും ഒക്കെയായി ഇനി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് എന്നുള്ളത് പറഞ്ഞു. ഒപ്പം തന്നെ ആദ്യം എല്ലാവർക്കും നന്ദി, ദൈവത്തിന് നന്ദി, എല്ലാവർക്കും നന്ദി. അതിൽ ഏറ്റവും സീനിയോറിറ്റി പ്രകാരമുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ, ഒപ്പം തന്നെ പാണക്കാട് കുടുംബത്തെ ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്ദി അറിയിച്ചു. ധാർമ്മികമായ പിന്തുണയാണ് തനിക്ക് നൽകിയത്, അതിൽ നന്ദിയുണ്ട് എന്നുള്ളതും പറഞ്ഞിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല, K. സുധാകരൻ, VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം നന്ദി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങോട്ടേക്കാണ് ഇത് ഒരു ദിശ പോകുന്നത് എന്നുള്ളത് കൃത്യമാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് ആയാലും ഒപ്പം കോൺഗ്രസിന്റെ നേതാക്കളായാലും അത്തരത്തിലൊരു അനൌദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൽ എല്ലാ വശങ്ങളും പരിശോധിക്കണമല്ലോ എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ അത്തരമൊരു എന്തായാലും ഇക്കാര്യത്തിൽ UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അതിൽ കൈകോർക്കാൻ തയ്യാറാണ്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് PV അൻവർ ഇപ്പോൾ പരസ്യമായി, ഇതാദ്യമായാണ് അദ്ദേഹം അത്തരമൊരു പരാമർശം നടത്തുന്നത്. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പ്രതികരണം, അത് ഏത് തരത്തിലായിരിക്കും UDF അതിനോട് പ്രതികരിക്കാൻ പോകുക എന്നതൊക്കെ പ്രധാനമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം അതിൽ നിർണായകവുമാകും.